രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്തു പോലീസ്. പുതിയ ബലാത്സംഗ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് KPM ഹോട്ടലിൽ നിന്ന് രാത്രി 12:30 തിരുവനന്തപുരം പോലീസാണ് മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ രാഹുലിനെ പത്തനംതിട്ടയിലാണ് എത്തിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും ശാന്തകുമാർ വെള്ളാരത്തിൽ ചേരുന്നു. ശാന്തകുമാർ, അതിനിർണായകമായ ഒരു നീക്കമായിരുന്നു പോലീസിന്റേത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സോനാവ് തന്നെയാണ് അതിനിർണായകമായ അതീവ രഹസ്യമായ നീക്കം തന്നെയായിരുന്നു പോലീസിൻ്റേത്. പുതിയ ഒരു ബലാത്സംഗ പരാതി, ഒരു പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടിൽ നിന്നും കസ്റ്റഡി എടുത്തിരിക്കുന്നത്. പാലക്കാട് KPM ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 12:30 കൂടിയാണ് പ്രത്യേക പോലീസ് സംഘം പാലക്കാട് ഹോട്ടലിലെത്തുകയും ഹോട്ടൽ മുറിയിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഷൊർണൂർ DYSP N മുരളീധരൻ്റെ സാന്നിധ്യത്തിലായിരുന്നു പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. പോലീസിന്റെ നീക്കമെല്ലാം അതീവ രഹസ്യമായിട്ട് തന്നെയായിരുന്നു. ഏകദേശം 12:15 കൂടിയാണ് ഈ 3 ജീപ്പുകളിലായി പോലീസ് സംഘം KPM ഹോട്ടലിലേക്ക് എത്തിയത്. അതിൽ ഒരു ജീപ്പിൽ നിന്നുള്ള 4 പോലീസുകാരാണ് ഹോട്ടൽ മുറിയിൽ എത്തുകയും ഒപ്പം തന്നെ ഇതിന്റെ രഹസ്യങ്ങളൊന്നും ചോരാതിരിക്കുന്നതിന് വേണ്ടി ഹോട്ടൽ റിസപ്ഷനിലെ ജീവനക്കാരുടെ ഫോൺ പോലും അന്വേഷണ സംഘം ആദ്യം വാങ്ങിവെച്ചിരുന്നു. തുടർന്നാണ് ഈ ഹോട്ടൽ മുറിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുറിയിലേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും രഹസ്യമാക്കി വെച്ചതിന് ശേഷമാണ് പോലീസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡി എടുക്കുകയും അവിടെ നിന്നും ഉടനെ തന്നെ കൊണ്ടുപോവുകയും ചെയ്തത്. ആലത്തൂരിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മാത്രമാണ് രാഹുലിനോട് പറഞ്ഞത് എന്നാണ് ഹോട്ടലിലെ ചില ജീവനക്കാർ പറയുന്നത്. പക്ഷേ രാഹുലിനെ പിന്നീട് അവിടെ നിന്നും നേരെ കൊണ്ടുപോകുന്നത് പത്തനംതിട്ടയിലേക്കായിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. പുതിയ ഒരു പരാതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റ് 2 പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമുണ്ട്. ഇത് ഒരു യുവതി നൽകിയ പുതിയ പരാതി. അതിൽ ഗർഭഛിദ്രമുണ്ട്, ഒപ്പം തന്നെ നിർബന്ധിത ഗർഭഛിദ്രമുണ്ട്, ഒപ്പം തന്നെ ഭീഷണിയുണ്ട്, ബലാത്സംഗമുണ്ട്, ഒപ്പം തന്നെ ആ പെൺകുട്ടിയുടെ പിതാവിനെ അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണിയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു പരാതിയാണ് ഈ പെൺകുട്ടി ഇമെയിൽ മുഖേന പോലീസിനെ നൽകിയിരുന്നത്. അതാണ് പോലീസ് അതീവ രഹസ്യമാക്കി സൂക്ഷിക്കുകയും പെൺകുട്ടിയുടെ മൊഴിയെടുക്കുകയും അത് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിനു ശേഷം തുടർന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് പോലീസ് പരിശോധിച്ച് കഴിഞ്ഞ 2 ദിവസമായി പോലീസ് അതിന് പുറകിലായിരുന്നു. ഒരു ദിവസം പോലീസിന്റെ 2 പേർ തന്നെ, ഈ അന്വേഷണ സംഘത്തിലെ 2 പേർ തന്നെ KPM ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇവർ രാഹുൽ എപ്പോഴെത്തുന്നു, ഹോട്ടലിൽ എപ്പോഴെത്തും, രാഹുലിനെ ഏത് രീതിയിലാണ് കസ്റ്റഡിയിലെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി 2 പോലീസുകാർ ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. അങ്ങനെ അതീവ രഹസ്യമായി രാഹുലിനെ ഏത് വിധേനയും കസ്റ്റഡിയിലെടുക്കുക അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങുക എന്നുള്ളത് തന്നെയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. അതിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ 2 കേസുകളിലും രാഹുൽ മുൻകൂർ ജാമ്യം നേടുന്നതുവരെ കേരളത്തിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലുമായി വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഒളിവിൽ കഴിയുന്നത് പോലീസിനെ ഏറെ നാണക്കേടുണ്ടാക്കുകയും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് വലിയ വിമർശനത്തിന് പോലീസിന് നേരെ ഉയരുകയും ഒക്കെ ചെയ്തതാണ്. അത് അത്തരത്തിലൊരു രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പുതിയ പരാതി അതീവ രഹസ്യമാക്കി പോലീസ് വയ്ക്കുകയും ആ അതീവ രഹസ്യമാക്കിയ പരാതിയുടെ മുകളിൽ FIR ഇട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കങ്ങളെല്ലാം പോലീസ് നിരീക്ഷിച്ചതിന് ശേഷം ഇന്നലെ പാലക്കാട് എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് ഇന്നലെ രാവിലെ പാലക്കാട് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ അവിടെ ഒരു ക്ഷേത്രത്തിൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് അവിടെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ KPM ഹോട്ടലിൽ താമസിച്ചിരുന്നത്. KPM ഹോട്ടലിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വണ്ടി പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ആ വണ്ടി പിന്നീട് അവരുടെ ജീവനക്കാർ ഏകദേശം 2 മണിക്കൂറിന് ശേഷം അവിടെ നിന്ന് മാറ്റുകയാണ് പിന്നീടുണ്ടായത്. ഈ സമയത്ത് രാഹുലിനെ ഹോട്ടൽ മുറിയിൽ നിന്ന് കസ്റ്റഡി എടുക്കുമ്പോൾ മറ്റ് ജീവനക്കാർ ആരും, അതായത് രാഹുലിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകൾ അംഗങ്ങൾ ആരും കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള എല്ലാം ഉറപ്പാക്കിയതിനു ശേഷമാണ് ഈ വിവരങ്ങൾ പെട്ടെന്ന് പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി, മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയതിനു ശേഷമാണ് പോലീസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് KPM ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. KPM ഹോട്ടലിൻ്റെ 202 നമ്പർ മുറിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്നത്. ആ മുറിക്ക് സമീപത്ത് തന്നെ 2 പോലീസുകാർ കഴിഞ്ഞ ഒരു ദിവസമായി അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരവുമുണ്ട്. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതും പോകുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുറികളിൽ മറ്റാരെങ്കിലും സഹായമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടി ആയിരുന്നു. അങ്ങനെ അവയെല്ലാം വിശദമായി ആ നീക്കങ്ങൾക്കെല്ലാം കൃത്യമായൊരു ഉത്തരമുണ്ടാക്കുകയാണ് പോലീസ് ഇന്നലെ രാത്രി 12 ചെയ്ത് വെറും 15 മിനിറ്റ് നേരത്തെ മാത്രം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടനെ അവിടെ നിന്നും പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. സോന.
ശാന്തകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിരഹസ്യവും അതിനിർണായകവുമായ ഒരു അറസ്റ്റ് തന്നെയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം 3-ാം പരാതിയിലാണ് ഇപ്പോൾ പോലീസ് രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? പത്തനംതിട്ട സ്വദേശിയായ ഒരു യുവതിയുടേതാണ് പരാതി എന്നുള്ളത് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. അതിലെ കൂടുതൽ വ്യക്തത ഇനിയും വരാനുമുണ്ട്. ഈ പരാതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ യുവതിയുമായി ഉള്ള ബന്ധം, അത്തരം കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം നിർബന്ധിതമായി ഈ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു, ഒപ്പം തന്നെ ബലാത്സംഗം ചെയ്തു തുടങ്ങിയ വകുപ്പുകൾ എല്ലാം ഇതിനകത്ത് ചുമത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആദ്യ 2 പരാതിക്കും സമാനമായ രീതിയിലുള്ള പരാതി തന്നെയാണ് ഇപ്പോൾ 3-ാമത്തെയും പരാതി വന്നിട്ടുള്ളത്. ഈ പരാതിയിൽ മറ്റൊന്നുള്ളത്, ഈ പരാതിക്കാരായ പെൺകുട്ടിയുടെ പിതാവിനെ അപായപ്പെടുത്തും, അതായത് ഈ പരാതി പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണി ഉൾപ്പെടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുണ്ട് എന്നാണ് ഈ പെൺകുട്ടി നൽകിയ മൊഴിയിൽ പറയുന്നത്. കാരണം ഈ പെൺകുട്ടിയിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തി അതീവ രഹസ്യമാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടുത്തേക്ക് എത്തുന്ന നടപടികളിലേക്ക് എത്തിയിട്ടുള്ളത്. അതാണ് ഇന്നലെ രാത്രി പാലക്കാട് കണ്ടത്. പാലക്കാട് നിന്ന് 12:15 ഹോട്ടലിലെത്തിയ 3 ജീപ്പുകളിലായി എത്തിയ അന്വേഷണ സംഘം 15 മിനിറ്റ് മാത്രം നടപടികൾ പൂർത്തിയാക്കിയാണ് ആ റൂമിൽ നിന്നും അദ്ദേഹത്തെ വളരെ വേഗത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പത്തനംതിട്ട എയർ ക്യാമ്പിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചിരിക്കുന്നത്. അവിടെ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാവും. ഇതിനിടയിൽ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അഭിഭാഷകനെ വിവരം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനൊന്നും പോലീസ് സമ്മതിച്ചിരുന്നില്ല. പോലീസ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ ഉൾപ്പെടെ ഉപയോഗിക്കാൻ അനുവാദം നൽകാതെ അദ്ദേഹത്തെ വളരെ വേഗത്തിൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഒരു പുതിയ പരാതി, 3-ാമത്തെ പരാതി, 2 പരാതിയിലും മുൻകൂർ ജാമ്യം ലഭിച്ച് പുറത്തു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി പുതിയ ഒരു കേസ് വരുമ്പോൾ ഒളിഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാവാത്ത വിധത്തിൽ പോലീസ് വളരെ ദ്രുതഗതിയിൽ അല്ലെങ്കിൽ വളരെ അതീവ രഹസ്യമായിട്ട് തന്നെയായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പോലീസ് വളരെ രഹസ്യമായി അവർക്ക് നടപ്പിലാക്കാനും നീക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഈ കാര്യം ഒരു കാരണവശാലും പുറത്ത് അറിയാത്ത വിധത്തിൽ അവർക്ക് നടപടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം അതേപടി പാലിച്ചുകൊണ്ട് തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറെ വ്യക്തം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ ഒരു ബലാത്സംഗ കേസിൽ, ഒരു നിർബന്ധിത ഗർഭചിത്ര കേസിൽ വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ് സോന.